പൂർണിമ, ഈ എഗ്രിമെന്റിന്റെ കാലാവധി കഴിയാറായെന്ന് തോന്നുന്നല്ലോ. ആ ഏജൻസിയായിട്ട് പുതിയ എഗ്രിമെന്റ് വെക്കാനുള്ള പേപ്പർ പൂർത്തിയായിട്ടുണ്ടോ? നോക്കിയേ. ചെറിയ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച ചെയ്തതാ. ചെയ്താ. പുതിയൊരു ചാനൽ ലോഞ്ചിങ്ങിന് പ്ലാൻ ഉണ്ട്. നമ്മുടെ നല്ല എംപ്ലോയീസിന് അവർ കൂടുതൽ സാലറി കൊടുത്ത് വിളിച്ചേക്കും. അങ്ങനെ പോകുന്നവരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ചെറിയച്ച. പോകുന്നവര് പോട്ടെ. ഇനിയും എന്താ നിങ്ങൾ ഇവിടെ കിടന്ന് കറങ്ങുന്നത്? ഇനി നിങ്ങളെ ഇവിടെ ഞങ്ങളാരും സഹിക്കേണ്ട കാര്യമില്ല. ആരെങ്കിലും അറിഞ്ഞോണ്ട് കള്ളന്മാരെ താക്കോൽ ഏൽപ്പിക്കുവോ? ദേ, സത്യം തെളിയിക്കാൻ നിങ്ങൾക്ക് തന്ന സമയമൊക്കെ കഴിഞ്ഞു. ഇനി ഈ വീട്ടിൽ നിൽക്കാൻ നിങ്ങൾക്കൊരു അവകാശവും ഇല്ല. ദേ, ഇപ്പൊ തന്നെ രണ്ടുപേരും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോണം. എന്താ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ കേൾക്കുന്നില്ലേ? കേട്ടു, പക്ഷെ അനുസരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതെ, തൽക്കാലം പോകുന്നില്ലെന്നാ ഞങ്ങളുടെ തീരുമാനം. അതെന്താ ഇപ്പൊ ഇങ്ങനെ പറയുന്നത്? പൂർണിമേ, നീ ഇത് കേൾക്കുന്നില്ലേ? ചെയ്യാനുള്ളതെല്ലാം ചെയ്തു വെച്ചിട്ട് എത്ര അഹങ്കാരത്തോടെ ഇവിടെ സംസാരിക്കുന്നെന്ന് കേട്ടോ. ഒരു വാക്ക് പറഞ്ഞ അതിനൊരു വില വേണം. നീയൊക്കെ തെറ്റ് ചെയ്തിട്ട് പോവാൻ പറയുമ്പോ വാക്ക് മാറ്റി പറയുന്നോ? ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് പോകാന്നാ പറഞ്ഞത്. ഒരു തെറ്റും ചെയ്യാതെ എന്തിനാ ഞങ്ങൾ ഇവിടുന്ന് പോകുന്നത്? നീ എല്ലാം തെറ്റ് ചെയ്തെങ്കിലേ പിന്നെ അത് ആര് ചെയ്തെന്നാ നീ പറയുന്നേ? പൃഥ്വി, നിക്കേ. സത്യം തെളിയിക്കാൻ നിങ്ങൾക്ക് ഞാൻ 3 ദിവസം സമയം തന്നതാ. അത് ഇന്ന് കഴിയും. നിങ്ങൾ ഇതുവരെ സത്യം തെളിയിച്ചിട്ടില്ല. എന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്നതിൽ എന്താ അർത്ഥമുള്ളത്? അതിനുള്ള ഉത്തരം ഇവര് പറയട്ടെ. ഞാൻ എന്തോ പറയാ? നിങ്ങൾ എന്താ ചെയ്തതെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങളുടെ വാക്കുകൾ വിശ്വസിച്ചു എന്നൊരു തെറ്റേ ഞാൻ ചെയ്തിട്ടുള്ളൂ.